അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല. നീ എന്തോ ആലോചിച്ചോണ്ടേ പറയുന്നത്? കമലിനെ പോലൊരു വലിയ പ്രശ്നക്കാരനെ അങ്ങോട്ട് ആലോചിച്ചല്ലായിരുന്നു നമ്മുടെ തെറ്റ്. അവൻ ഇങ്ങോട്ട് ആലോചിച്ച് വന്നപ്പോ നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലാത്ത എന്താണ്? എനിക്കത് ഇപ്പൊ അറിയണം. നിനക്ക് കല്യാണം വേണ്ടാത്ത കാര്യം എന്താ പറയടേ? എനിക്കൊരാളെ ഇഷ്ടമാണ്. നിനക്ക് പ്രേമമോ? മുട്ടോളം വെള്ളം തീർത്തി കെട്ടുവെള്ളം കെട്ടി കൊന്നുകളയും ഞാൻ നിന്നെ അവനെ. കുടുംബത്തിന് മോനക്കെട്ടൊക്കെ നടക്കുന്നു. നിന്നെ അജയനെ മരിച്ചിട്ടുള്ളൂ. ഞാനിവിടെ കല്ല് പോലെ ജീവിച്ചിരിപ്പുണ്ട്. പറയേ ആരാവൻ? ഏതെമ്പോക്കിയാലും അവൻ നാളത്തെ സൂര്യോദയം കാണില്ല. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാന്നേ ഉള്ളൂ, തുറന്നു പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഞാൻ എല്ലാം പറയാം. എനിക്ക് കുറച്ച് സമയം വേണം. അതല്ല, എനിക്കിഷ്ടമില്ലാത്ത കെട്ട് നടത്താനാണ് അച്ഛന്റെ തീരുമാനമെങ്കിൽ വല്ല കായലിൽ ചാടി ഞാൻ. വർമ്മ സാറിന്റെ മോളെ കല്യാണം കഴിച്ചാ പിന്നെ ഞാൻ ആരാന്നാ നിന്റെ വിചാരം? തൃപ്പൂണിത്തുറയിലെ 3-4 മണിമാളികൾ, 10,000-കണക്കിന് രൂപ വാടക കിട്ടുന്ന മട്ടാഞ്ചേരിയിലെ പാണ്ഡികശാലകൾ, ബാങ്കിനകത്ത് കുമിഞ്ഞു കിടക്കുന്ന ലക്ഷക്കണക്കിന് രൂപ, ഇതൊക്കെ എന്റെ സ്വന്തമാകാൻ പോവാ. അപ്പൊ വർമ്മ സാറിന്റെ മോള് സ്വന്തമാവില്ലേ? അത് പറഞ്ഞില്ല. കല്യാണമല്ലേ, അതും കൂടെ പോരും. അത് ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ജീവിതത്തിൽ ആരുമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരുപാട് ചുറ്റിത്തിരിഞ്ഞവനാ ഞാൻ. ഇപ്പോഴാ ഒരു നിലയും വിലയൊക്കെ ഉണ്ടായത്. ഞാൻ ഈ കരയിൽ മാത്രമല്ല, ഈ കരയും കടന്ന് കടലും കടന്ന് ഈ ലോകം തന്നെ കച്ചവടശാലയാക്കുന്ന ഒരു വലിയ വ്യാപാരിയായിട്ട് മാറും. അമ്മോ അമ്മോ, രാത്രി അതറിഞ്ഞില്ല. ഇവളിത് എവിടെ പോയി? അമ്മോ അമ്മോ, എനിക്കും നിനക്കും കല്യാണം. എന്തുവാ? അമ്മുനെ കാണുന്നില്ല. അപ്പൊ കല്യാണക്കാരും പറഞ്ഞില്ലേ? ആ, അതൊക്കെ പറഞ്ഞു. അവിടെ വല്ല കടുങ്കൈ ചെയ്തേക്കൊന്നാ എന്റെ പേടി. വരികയാണോ കൂടെ? അമ്മോ 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 അമ്മോ. കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റിയ കണ്ടീഷൻ എന്റെ അച്ഛന് പറ്റിയ മരുമോൻ തന്നെ. ഭവിയേട്ടാ, ഭവിയേട്ടാ, എന്തൊരുറക്ക ഇത്? ഭവിയേട്ടാ, അച്ഛൻ എണീക്കണതിന് മുമ്പ് തിരിച്ച് ചെല്ലുകയും വേണമല്ലോ. നീ എന്താ ഇവിടെ? ഒരു കാര്യം പറയാൻ വന്നതാ. ഈ പാതിരായ്ക്ക് എന്ത് കാര്യം പറയാൻ? മണി 9 ആയിട്ടുള്ളൂ. കഥക്ക് തുറക്കു ഭവിയേട്ടാ. എന്ത് കാര്യാലും നാളെ പറയാം. തലവേദന. ഇതൊരു അത്യാവശ്യ കാര്യാ. എന്താ അത്യാവശ്യം? വല്ല ഗോളും പറയുന്ന കാര്യമാണോ? ഭവിയേട്ടന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാ. അതെന്ത് കാര്യ? ഒരു കാര്യം ചെയ്യ്, നീ അകത്ത് പോയി ഒരു കാപ്പി എടുത്തിട്ടോ. അയ്യോ, അതിനുള്ള സമയമൊന്നുമില്ല. അച്ഛനറിയാതെ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് പോണം. ഓ, എനിക്കിപ്പോ ഒരു കാപ്പി തിളപ്പിച്ചെന്ന് പറഞ്ഞ് നിന്റെ അച്ഛൻ എന്ത് പറയാനാ? പറഞ്ഞാ തന്നെ ഞാൻ പറഞ്ഞോളാം. അവിടെ അടുക്കള. ഇവിടെ ആകെ അലങ്കോലായിട്ട് കിടക്കാണല്ലോ. ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചൂടെ? കുറച്ചു ദിവസം കഴിയട്ടെ. ഇനിയിപ്പോ ഇവിടെ ഒരു അടുക്കൻ ചിട്ടയൊക്കെ വരാൻ പോവാ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കായിരുന്നു. പറയാൻ പോണ എന്താന്ന് എനിക്കറിയാം. അത് ശരി. ഞാൻ ഈ കരയിൽ ചന്ദ്രനോടല്ലാതെ വേറെ ആരോടും പറയാതെ മനസ്സിൽ കൊണ്ടുനടന്ന കാര്യം നീ അറിഞ്ഞു കളഞ്ഞു. ആ, എന്നായാലും നീ അറിയാനുള്ളതല്ലേ. ഞാൻ ഈ ഷർട്ടൊന്ന് മാറിയിട്ട് ഒന്ന് എല്ലാം വിശദമായിട്ട് പറയാം.